രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് സ്ഥാനാർത്ഥിയാക്കാനുള്ള അടൂർ പ്രകാശിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം. രമ്യ ഹരിദാസിനെ ഇനിയും സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയാൽ പരസ്യമായി തടയുമെന്ന് മുന്നറിയിപ്പ്. രമ്യയ്ക്ക് തുടർച്ചയായ അവസരങ്ങൾ നൽകുന്നുവെന്നും മറ്റു നേതാക്കളെ തടയുന്നുവെന്നും പരാതി. നൃപൻ ചക്രവർത്തി വിവരങ്ങളുമായി ചേരുകയാണ്. നൃപൻ, ഈ രമ്യ ഹരിദാസിനെ ഇറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക തലത്തിൽ തന്നെ വലിയ എതിർപ്പ് രൂപം കൊള്ളുകയാണ്. ചിറയൻകീഴുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ആലോചനകൾ തുടങ്ങിയപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഇപ്പോൾ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ചിറയൻകീഴ് തുടർച്ചയായി തോൽക്കുന്ന, ആലത്തൂരും ചേലക്കരയിലും തുടർച്ചയായി തോറ്റ, പാർലമെൻറ്റിലും നിയമസഭയിലും പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ സംവരണ മണ്ഡലമായ ചിറയൻകീഴ് കെട്ടിയിറക്കാനുള്ള നീക്കം അടൂർ പ്രകാശ് നടത്തുന്നു എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുള്ള വലിയ പ്രതിഷേധം. കാരണം DCCയോ KPCCയോ ഇത്തരത്തിലൊരു ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ നിലവിൽ KPCC വൈസ് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്ന രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് മത്സരിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് അടൂർ പ്രകാശ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിൻ്റെ ചർച്ചകൾ പലതരത്തിലുള്ള രഹസ്യമായും പരസ്യമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ച് ഇതിനുവേണ്ടി മത്സരത്തിന് ഒരുങ്ങുകയാണ്. ചിറയൻകീഴേക്ക് ഇറങ്ങാനുള്ള ശ്രദ്ധ പുലർത്താനും ചിറയൻകീഴ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് കോൺഗ്രസിലെ തന്നെ മുതിർന്ന ദളിത് വിഭാഗം നേതാക്കൾ പ്രതിഷേധമായി അറിയിച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസിനെ KPCC ഓഫീസിൽ വെച്ച് തന്നെ വളഞ്ഞു വെച്ച് അവരുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 3 അവസരങ്ങളാണ് രമ്യ ഹരിദാസിന് പാർട്ടി നൽകിയത്. ഒന്ന്, ആലത്തൂർ പാർലമെൻറ്റിൽ അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, പരാജയപ്പെട്ടു. ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും അവരെ സ്ഥാനാർത്ഥിയാക്കി. കഴിഞ്ഞ സംഘടനാ പുനഃസംഘടനയിൽ KPCC വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് രമ്യ ഹരിദാസിനെ പരിഗണിക്കുകയായിരുന്നു. കാരണം KPCCയുടെ ചരിത്രത്തിൽ ഒരു വാർഡ് പ്രസിഡന്റ് പോലും ആകാത്ത ഒരാളെ നേരിട്ട് KPCC വൈസ് പ്രസിഡന്റ് ആക്കിയത് രമ്യ ഹരിദാസിനെയാണ്. അന്ന് തന്നെ മറ്റ് ദളിത് വിഭാഗം നേതാക്കളെ പരിഗണിക്കാതെ രമ്യയെ പരിഗണിച്ചു എന്ന തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. KPCCയുടെ മുൻ വൈസ് പ്രസിഡന്റായിട്ടുള്ള മൺവിള രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അന്ന് തന്നെ സംഘടനയിലെ വിവിധ നേതാക്കളെ ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഇതേ നേതാവ് മൺവിള രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് KPCC ആസ്ഥാനത്ത് സണ്ണി ജോസഫിനടക്കം അവർ പ്രതിഷേധം അറിയിച്ചത്. DCCയിലെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള നിരവധി നേതാക്കൾ ഈ പ്രതിഷേധം മുൻപോട്ട് വച്ചിട്ടുണ്ട്. ചെറുവക്കൽ അർജുനൻ DCC ജനറൽ സെക്രട്ടറിയാണ്, അജിത് കുമാർ DCC ജനറൽ സെക്രട്ടറിയാണ്, അനൂപ് DCC ജനറൽ സെക്രട്ടറിയാണ്, കൊയ്തൂർ കോണം സുന്ദരൻ DCC ജനറൽ സെക്രട്ടറിയാണ്, കൊഞ്ചിറവള വിനോദ് DCC ജനറൽ സെക്രട്ടറിയാണ്, കരിപ്പൂർ സുരേഷ്, കുഴിവുള്ള ചന്ദ്രൻ, ഒപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരുമാമോട് ജോയ് അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം രമ്യ ഹരിദാസിനെ KPCC ഓഫീസിൽ തടഞ്ഞു വെച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു. അവർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ നേരിൽ കണ്ട് അവരുടെ പരാതി അറിയിച്ചു. ഇത്തരത്തിലൊരു നീക്കം നടത്തരുത്, കാരണം ഏകപക്ഷീയമായ നീക്കമായി അടൂർ പ്രകാശ് മുന്നോട്ട് പോവുകയാണ്. കടുത്ത മത്സരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കും. അതുകൊണ്ട് ശക്തമായ സ്ഥാനാർത്ഥികളാണ് മുന്നോട്ട് ഇറക്കേണ്ടത്. ഒപ്പം തന്നെ ദളിത് വിഭാഗത്തിലെ എല്ലാ അവസരങ്ങളും രമ്യ ഹരിദാസിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതാണ്. ഇപ്പോൾ മറ്റ് ജില്ലയിൽ നിന്ന് വന്ന് അവർ പാലക്കാട് മത്സരിച്ചു, അവിടെ ഒരിക്കൽ വിജയിച്ചു, പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും അവരെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചു. ഇപ്പോൾ KPCC വൈസ് പ്രസിഡന്റാക്കി. മറ്റ് ദളിത് വിഭാഗം നേതാക്കളെ പരിഗണിക്കുന്നില്ല, പൂർണ്ണമായി അവഗണിക്കുന്നു. ഇനി തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിലേക്ക് കൂടി അവരെ കെട്ടിയിറക്കാനുള്ള നീക്കം പൂർണ്ണമായി തടയും. പരസ്യമായി തന്നെ നേതാക്കൾ രംഗത്തിറങ്ങും എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് സണ്ണി ജോസഫിനെയും മുതിർന്ന നേതാക്കളെയും ഈ കോൺഗ്രസിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ദളിത് വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത്തരത്തിലുള്ള ചർച്ച നടക്കുന്നതിൽ തിരുവനന്തപുരത്തെ DCC നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. കാരണം മുകളിൽ നിന്ന് തങ്ങൾ പോലും അറിയാത്ത പലരെയും സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പരിഗണിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഈ നേതാക്കൾ തന്നെ സ്വകാര്യമായി പലരോടും പറയുന്നു. അത്തരം കാര്യങ്ങളിൽ പാർട്ടി നിയന്ത്രിക്കണം എന്ന നിർദ്ദേശം DCCയിലെ നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അജിംഷാ.